ഇതു ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് വിട്ടുവീഴ്ചകളില്ലാതെ, പരസ്പരം മനസ്സിലാക്കാതെ, കലഹങ്ങളോട് കൂടിയുള്ള ഒരു ജീവിതം. അതാണ് അശ്വതിയുടെയും മുരുകൻ്റെയും കഥ നമ്മോട് പറയുന്നത്. സ്വന്തം ഭർത്താവിനെ ഒട്ടും ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്ത ഒരു പെൺകുട്ടി അശ്വതി. കാണാം നമുക്ക് അശ്വതിയുടെ കഥ. അശ്വതി പൊരുത്തക്കേടിന്റെയും അവിശ്വാസത്തിന്റെയും കഥകളിലൂടെ കടന്നുപോകുന്ന അശ്വതി. ശരിയും തെറ്റും തിരിച്ചറിയാനാകുന്നില്ല ഇവൾക്ക്. കണ്ണീരെന്നും കൂട്ടിനുണ്ട് ഇവൾക്ക്. ജീവിതത്തിൽ ഒറ്റപ്പെടലും തീരാദുഃഖവും അവളെ പിന്തുടരുന്നത് അവളുടെ മാത്രം കുറ്റം കൊണ്ടാണോ? ഭർത്താവും അദ്ദേഹത്തിന്റെ അമ്മയും ഒറ്റപ്പെടുത്തുമ്പോഴും തെറ്റുകാരിയായി മുദ്രകുത്തുമ്പോഴും അശ്വതി ആഗ്രഹിക്കുന്നു വിശ്വാസമാണ്. പുള്ളി അവിടെ നല്ല നീറ്റായിട്ടാണ് താമസം ജീവിച്ചോണ്ട്. കാരണം ഒരു വെള്ളമടിയെ പോകുമല്ലോ, അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. അതുകൊണ്ട് നല്ല സമൂഹത്തിൽ നല്ലൊരു മാന്യം ഉള്ള ആളായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലാതെ ആയിക്കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അന്നേരം അവർ പറഞ്ഞു താൻ വെറുതെ വന്ന് പറയുന്നതായിരിക്കും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞല്ല, ചേട്ടനൊന്ന് അന്വേഷിച്ച് നോക്കി, ഇങ്ങനെ അയാൾ വന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ മിനി എന്നാണ് പെണ്ണിന്റെ പേര്. അവരുടെ ഭർത്താവിന്റെ പേര് എസ്തപ്പാനു. അന്നേരം ഇങ്ങനെ പറഞ്ഞു, എസ്തപ്പാനു ഭർത്താവൊക്കെയുള്ളൊരു പെണ്ണാണോ? അതെ, അവർക്ക് 2 കുട്ടികളുണ്ട്, 2 പെൺപിള്ളേര്. കുട്ടികളുടെ ആരുടെ കുട്ടികളാണത്? അത് അയാളുടെയാണ്, സ്വന്തം ഭർത്താവിന്റെ പിള്ളേർ. അതെ. അവർക്ക് എത്ര വയസ്സുണ്ട്? അവർക്ക് എൻ്റെ മക്കളുടെ എത്ര പ്രായം തന്നെ കാണുമായിരിക്കും. ആ സ്ത്രീക്ക് എത്ര പ്രായം ഉണ്ടാവും? അവർക്ക് 35-36 വയസ്സോളം കാണുമായിരിക്കും. ഭർത്താവിനോ? ഭർത്താവിന് 40-42 വയസ്സ് കാണുമായിരിക്കും. എൻ്റെ കല്യാണത്തിന് 10 പവനും 15,000 രൂപയും. എന്നിട്ട് എന്നോട് പറഞ്ഞു അത്ര ഒന്നും വേണ്ട, നമുക്കൊരു 2-3 പവൻ്റെ സ്വർണ്ണം വിൽക്കുകയോ പണയം വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ മേടിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഈ പെണ്ണുമായിട്ട് ഇങ്ങനെ അടുപ്പമായി കഴിഞ്ഞ് പിന്നെ അതിനോടൊന്നും പിന്നെ പുള്ളി യോജിക്കുന്നൊന്നല്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവളുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്ന് അയാളുടെ അല്ല, നിങ്ങളെപ്പോലെ നല്ലൊരു ഭാര്യ ഉള്ളപ്പോ കാണാൻ കൊള്ളാവുന്നൊരു ഭാര്യ എന്തിനാ അയാൾ പോകാൻ കാരണം എന്താ അങ്ങനെ? അതും എനിക്കറിയില്ല മാഡം. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇപ്പോൾ വൈകി പണി കഴിഞ്ഞ് വീട്ടിൽ വൈകി വരും. നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ പറയും എനിക്ക് അവിടെ പണി തീരാനുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇത്തിരി വർക്ക് തീർത്തു കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഞാൻ ഹിന്ദിക്കാരെ നിർത്തിയേക്കുന്നത്, അന്നേരം അവർക്ക് കുറച്ച് പണി തീർക്കാനുണ്ടായിരുന്നു, അങ്ങനെ നിൽക്കുന്നതെന്നിങ്ങനെ പറയും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക്, എന്തെങ്കിലും ഒരു പൊരുത്തക്കേടെങ്കിലും ഉണ്ടായിരുന്നോ? വീട്ടില് അമ്മയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കശപിശ വീട്ടിൽ പറഞ്ഞ് അങ്ങനെയുള്ള വഴക്കുകൾ വീട്ടിൽ ഹസ്ബൻഡിന്റെ അമ്മയായിട്ട്. അശ്വതി എന്തിനാ മണ്ണെണ്ണ എടുത്ത് തലവഴി ഒഴിച്ചത്? അത് ഈ മിനിയായിട്ടുള്ള പെണ്ണിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടാണ്. ആ വേദന കൊണ്ട് ചെയ്തതാ. എന്നെ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു. അച്ഛന് ആ കാര്യം ചോദിച്ചു വഴക്കുണ്ടാക്കുമ്പോ ഈ പെണ്ണിന്റെ ഭർത്താവ് ഇങ്ങനെ വീട്ടിൽ വന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെണ്ണിന്റെ ഭർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ വന്നായിരുന്നു. വന്നിട്ട് എന്ത് പറഞ്ഞു? എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആദ്യമേ ഇയാളെ അറിയത്തില്ലായിരുന്നു. ഇയാൾ വന്നിട്ട് ചോദിച്ചു ചേട്ടന്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇത് മുരുകന്റെ വീടല്ലേ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അന്നേരം ചേട്ടൻ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് കയ്യൂത്തിയാലെന്ന് വരുന്നതാണ് എൻ്റെ അന്നേരം ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ കാരണം എന്ന് ചോദിച്ചു. പറഞ്ഞു എൻ്റെ വീട്ടിൽ 20 ചാക്ക് സിമെന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പെര തേക്കാനായിട്ട് എടുത്ത് വെച്ചിട്ട് അവൻ ഇതുവരെയായിട്ടും പണിക്ക് വന്നിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. അവൻ നാളെ പണിക്ക് വന്നില്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി. അന്നേരം അച്ഛനും വീട്ടിലുണ്ട്, അമ്മ പണിക്ക് പോയേക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അങ്ങനെ ചേട്ടനോട് പറഞ്ഞിട്ടില്ല, അത് എന്നോട് പറയേണ്ടതാണല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാളെ രാവിലെ വരും കേട്ടോ. ഞാൻ പറഞ്ഞു അന്ന് ചേട്ടൻ വരുമ്പോൾ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങോട്ടേക്ക് പോയി. വൈകുന്നേരം ആയിക്കഴിഞ്ഞ് ചേട്ടൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നെ പോലെ എസ്തപ്പാൻ എന്ന് പറഞ്ഞ ഒരാളിനെ അറിയുമോ? അന്നേരം പറഞ്ഞു അറിയാം, അയാൾ എങ്ങനെ കയ്യുത്തിയാലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീയുടെ വീട് ഈ വീട്ടിൽ നിങ്ങളുടെ വീടിന്റെ അടുത്ത്? ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ് ഇവിടെ താമസിക്കുന്നത്. അവിടെ പോയി ഊണ് കഴിച്ചിട്ട് വരാനുള്ള സമയമുണ്ട്. അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഫോൺ പോകുമായിരിക്കും അല്ലേ? ബൈക്കുണ്ടല്ലോ. ഇതൊക്കെ ഒരു ഊഹമാണോ അല്ലേ? കറക്റ്റാണോ? കറക്റ്റാണ്. ബൈക്കിൽ പോയി അവിടെ പോയി കഴിച്ചോ ഇരുന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വരുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഇങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് കഴിച്ചത്? അന്നേരം പറഞ്ഞു ഞാൻ ചായക്കടയിൽ നിന്നാണ് കഴിച്ചേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ആഹാരം വേണ്ടാത്ത. അന്നേരം പറഞ്ഞു അശ്വതി എവിടെയായി രാത്രിയൊക്കെ പോയി കിടന്നുറങ്ങുന്നത്? ഞാൻ അങ്ങനെ വേണ്ട വീട്ടിൽ നിന്ന് മാറി കിടന്നിട്ടൊന്നുമില്ല. എന്നാലും വീട്ടിന്റെ നിങ്ങൾ താമസിക്കുന്ന ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ കുടുംബശ്രീയുടെ കണക്ക്, അന്നേരം ഞാൻ അതിലൊരു അംഗമായിരുന്നു. അന്നേരം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അന്നേരം എൻ്റെ അമ്മായിയമ്മ അതിലൊരു അംഗമാണ്. അന്നേരം
സെക്രട്ടറി ആയിട്ട് ഞാനായിരുന്നു ഇരുന്നത്. അന്നേരം അതിൻ്റെ കണക്ക് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്ന് എന്നെ വിളിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വീട്ടിലുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ചേച്ചി ഞാൻ അങ്ങനെ വരില്ല, വീട് രാത്രി സന്ധ്യ സമയമാണ്, ഞാൻ അങ്ങനെ വരില്ല എന്നിങ്ങനെ പറഞ്ഞു. അന്നേരം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അമ്മയോട് ചോദിക്കാം, അമ്മയോട് ചോദിച്ചിട്ട് അവർ സമ്മതിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചു. വീടിന് തൊട്ടടുത്ത് തന്നെ. അന്നേരം അച്ഛനോട് അമ്മയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 9 മണിക്ക് മുമ്പ് വരുവാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവർ ചോദിച്ചു, അവരോട് ഞാനിങ്ങനെ പറഞ്ഞു, കുടുംബത്തിൽ സെക്രട്ടറിയാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ രാധ അവർക്ക് കേസും കൂട്ടമൊക്കെ ആയിട്ട് കിടക്കണം, മുരുകൻ പണിക്ക് പോയിട്ട് എപ്പോഴാണ് വന്നെന്ന് അറിയാൻ പാടില്ല, എന്നോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. രാത്രി മുഴുവനോടെ കിടന്നോ? ഇല്ല, ഞങ്ങൾ എന്നിട്ട് തിരിച്ചു വന്നു. തിരിച്ചൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വന്നു. കുറേ കണക്ക് എഴുതാൻ്റെ സ്റ്റോക്ക് എടുക്കണ്ടേ. അപ്പോൾ ഇത് പഞ്ചായത്തിൽ ഇതിൻ്റെ കണക്ക് കൊടുക്കേണ്ട സമയമായിരുന്നു. അപ്പം ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഈ കണക്കൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേനും 9:15 ആ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ ഇവർ വാതിലടച്ച് കുറ്റിയിട്ട് വാതിലടച്ചു. ഇവൾ കുറേ നേരം മുട്ടി വിളിച്ചു, അവർ തുറന്നില്ല. കുറേ നേരം വിളിച്ചിട്ട് തുറക്കാതെ വന്നപ്പോൾ ഇനി എന്നതാ ചേച്ചി ചെയ്യണേന്ന് ചോദിച്ചു എന്നോട്. അവളെ വരാതെ കിടന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ കൊണ്ടുപോയതല്ലേ, അപ്പോൾ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മോളെ ഇവിടെ കളഞ്ഞിട്ട് ഞാൻ പോകില്ല, നീ എൻ്റെ കൂടെ പോരാ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നു. എൻ്റെ കട്ടിലുമേ തന്നെ അവൾ കിടന്നു.